ഹായ്, ഗുഡ് മോർണിംഗ്. നല്ല മോർണിംഗൊക്കെ ആശംസിച്ച് ഞാനൊരു നല്ലൊരു മുളകിട്ട കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ലേശം ഉലുവ ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് അതിലോട്ട് സവാള ലേശം അരിഞ്ഞത് ഇടുക കേട്ടോ. എന്നിട്ട് ലേശം വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒരു പേസ്റ്റ് ആക്കിയത് അതും കൂടെ അതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലേശം ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ പാകത്തിന്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മളെ ഉപ്പൊക്കെ പാകം, അത് നിങ്ങളിഷ്ടം പോലെ ഇട്ടോളൂ കേട്ടോ. പിന്നെ ഈ കാണുന്നവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒരു മടിയുണ്ടേ, അതൊന്ന് മാറ്റി വെച്ചുകാണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലൈക്കും ചെയ്തോളി. എല്ലാവർക്കും മീനൊക്കെ ഇഷ്ടമല്ലേ, അപ്പോൾ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു റെസിപ്പിയൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒന്ന് ചെയ്താലെന്താ. അപ്പോൾ ഞാൻ അതിലോട്ട് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ടി വരട്ടെ, അതോളം തന്നെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ലേശം തക്കാളിയും കൂടി അരിഞ്ഞിട്ടൊന്ന് ഇട്ടോളി. ആ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് ഒന്ന് വരട്ടെ കേട്ടോ. അതോളം നമുക്കൊന്ന് മൂടി വെച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആവിൻ്റെ വെള്ളമൊക്കെ വന്നുകൊണ്ട് അത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷം മാത്രം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കാനൊന്നുമില്ല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ചിലവർ മല്ലിപ്പൊടി ഇടൂല കേട്ടോ, പക്ഷേ ഞാനൊരു ഇത്തിരി മല്ലിപ്പൊടി ഇടും. കാരണം എന്താ വെച്ചാൽ അതൊരു ടേസ്റ്റാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ടാൽ കുറച്ചും കൂടെ ഒന്ന് കുറുങ്ങി നിൽക്കും കേട്ടോ നമ്മളെ ചാറ്. അപ്പോൾ ആ വെള്ളം പോലെ നിൽക്കണ്ടൊക്കെ ഒന്നുണ്ട് ഒഴിവായി കിട്ടും. പിന്നെ നമ്മളെ മൺചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ആ അടുപ്പത്ത് കിടന്നുകൊണ്ട് ചെറിയ തീയിൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മളെ ഗ്യാസ് വെച്ചാലൊന്നും കിട്ടൂല. അത് ആ അടുപ്പത്ത് വെച്ചുകൊണ്ട് ആ പുകയും കൊണ്ട് നമ്മളാ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോഴേ അതൊരു വേറെ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇതേമാതിരിയൊക്കെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒക്കെ എരിവിനനുസരിച്ച് നിങ്ങളൊക്കെ ഇട്ടാണ്ടി. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി, മല്ലിപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി, അതൊന്നും ഏറണ്ട. മറ്റേ മുളകും പൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇട്ടോളി. അതിനിപ്പോൾ ഓരോരുത്തരെ ഇഷ്ടമല്ലേ എരിവും പുളിയൊക്കെ. ഇനി ചിലവർ കാണാം അതിക്ക് പഞ്ചസാര ഇടണു, അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇട കേട്ടോ. ഞാൻ ഇവിടെ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അതിനൊക്കെ പകരം തക്കാളിൻ്റെ ആ മധുരം തന്നെ ഉണ്ടാവും. പിന്നെ ഉള്ളി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉണ്ട് ഒരു മധുരം. ചിലവർ കാണാൻ അങ്ങനെയൊക്കെ ഇടണേ, അത് വേറൊരു ടേസ്റ്റ്. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ഇട്ടോളി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടേണ്ടത് കോടംപുളിയാണ് കേട്ടോ. കോടംപുളി ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കണു. കുണ്ടൻ പാത്രത്തിലൊന്നുമല്ല, ലേശം ഗ്ലാസ്സിൽ തന്നെ ഇട്ടേക്കാണ്. അത് പിന്നെ വെള്ളമാക്കാനൊന്നും നിന്നിട്ടില്ല. അത് ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ ഇട്ടച്ചതേനു. അത് അതേമാതിരി ഞാൻ പാർന്നു കൊടുത്തു. പിന്നെ കുറച്ചും കൂടി വെള്ളം അയക്കങ്ങോട്ട് പാർന്നു കൊടുത്ത്, എന്നെങ്കിൽ പാകത്തിനൊരു വെള്ളം കിട്ടുള്ളൂ, ചോറ്റിക്ക് പാരണ്ടേ. പിന്നെ നമ്മളെ പുതിയാപ്പിൾക്കാണ് ചെങ്കിൽ മുളകിട്ട കറി കണ്ട അപ്പം വൈകുന്നേരം പൊറാട്ട വേണം. അപ്പോൾ കുറച്ച് വെള്ളം ആയിക്കോട്ടെ എഴുതിക്കാണ്ട്, എന്നാൽ തോനെ വെള്ളം പരതിട്ടോ. പിന്നെ പോയി നോക്കിയാൽ മതിരാവും, കുറച്ച് മീനും തോനെ വെള്ളം ഈകാരം. അതുകൊണ്ട് കുറച്ച് വെള്ളം പാർന്നുകാണ്ട് ഒന്ന് നീട്ടിയാൽ മതി, അല്ലാതെ തോനെ വെള്ളം പരരുതി. അപ്പോൾ അങ്ങനെ ഒന്ന് തളിച്ച് നല്ലോണം ഉണ്ടായിട്ടേ ഒന്ന് നല്ലോണം അതിൻ്റെ പച്ചമുളകൊക്കെ പൊയ്ക്കോട്ടെ കേട്ടോ. എന്നിട്ട് മാത്രം മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കഷ്ണം മീനിൻ്റെ തല മാത്രം വാങ്ങാൻ കിട്ടും, പിന്നെ മുളകിടാൻ അങ്ങനെ വാങ്ങിയാൽ മതി. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. അതേമാതിരി തന്നെ മക്കളെ മത്തി മുളകിട്ടതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ തൊള്ളിയിൽ നിന്ന് വെള്ളം വരിക. മത്തി മുളകിട്ടതും പൂളിയും അതുണ്ടെങ്കിൽ മക്കളെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നാൽ ശരി.